ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ ധനുഷിനെയും സ്നേഹയും സ്വീകരിക്കാനായി ആരതി തട്ടവും വിളക്കുമൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് സേതുമാധവനും അനഘയും അർച്ചനയും. തുടർന്ന് സേതു അവന്തികയെ വിളിക്കുകയാണ്. എന്താ അച്ഛാ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ അനഘയോട് ആരതി താലം അവന്തികയുടെ കയ്യിലേക്ക് കൊടുക്കാനും അവന്തിക ആരതി ഒഴിഞ്ഞ് അവരെ അകത്തേക്ക് സ്വീകരിക്കാനും സേതുമാധവൻ പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ അവന്തിക അവരെ ആരതി ഒഴിയുകയാണ്. ഇത് ആരതിയൊന്നുമല്ല, നിങ്ങൾ രണ്ടിനെയും ചുട്ടരിക്കാനുള്ള തീ തന്നെയാ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് അവന്തിക ആരതി ഒഴിയുന്നത്. തുടർന്ന് അർച്ചന സ്നേഹയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുക്കുമ്പോൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറാനായി സേതുമാധവൻ പറയുന്നു. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സേതു അവന്തികയോട് ധനുഷിന്റെയും സ്നേഹയുടെയും ബാഗ് കൂടി എടുത്ത് അകത്തേക്ക് വരാൻ പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ തന്നെ ബാഗും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറുന്നു. തുടർന്ന് പ്രാർത്ഥിച്ചതിനെല്ലാം ശേഷം സേതു സ്നേഹയോടും ധനുഷിനോടും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങാൻ പറയുകയാണ്. അങ്ങനെ സച്ചിയുടെയും സേതുവിൻ്റെയും അർച്ചനയുടെയും അനുഗ്രഹം വാങ്ങി കഴിയുമ്പോൾ അവന്തിക എവിടെയെന്ന് സേതു ചോദിക്കുന്നു. ഞാൻ ഇവിടെ ഉണ്ടച്ചാ, ഇവർക്ക് എൻ്റെ അനുഗ്രഹമൊന്നും വേണ്ടി വരില്ലെന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയുടെ മുന്നിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ് സ്നേഹയും ധനുഷും. അപ്പോൾ ഇവർക്ക് അർച്ചനയുടെ കാലിൽ വീഴാം, എൻ്റെ കാലിൽ വീഴാനല്ലേ ബുദ്ധിമുട്ടെന്ന് അവന്തിക ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന ധനുഷിനെ സ്നേഹയും കൊണ്ട് മുറിയിലേക്ക് വന്നിരിക്കുന്നതാണ്. ഏട്ടത്തി, സന്ദീപേട്ടനും നന്ദേട്ടനും എന്നോടുള്ള പിണക്കങ്ങളെല്ലാം മറന്ന് എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ കാലം അത് മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ മോളെ, അതുകൊണ്ട് എല്ലാം തന്നെ നടക്കും, പക്ഷെ അല്പം താമസമുണ്ടാകുമെന്ന് മാത്രം. ഞാൻ അവരെ കണ്ട് ക്ഷമ ചോദിക്കണോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും സമയമാകുമ്പോൾ അതൊക്കെ ചോദിച്ചാൽ മതിയെന്നും അർച്ചന പറയുന്നു. എനിക്കും അർച്ചന മേഡത്തിനോട് മാപ്പ് ചോദിക്കാനുണ്ട്. ഞാനും പലതവണ റഫായി സംസാരിച്ചിട്ടുണ്ട്, പലതവണ മേഡത്തിനെ അപമാനിച്ചിട്ടുമുണ്ട്. എല്ലാത്തിനും മേഡം എന്നോട് ക്ഷമിക്കണമെന്ന് ധനുഷ് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നും ഈ വീടിനും ഈ വീട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനതെല്ലാം ചെയ്തതെന്നും അർച്ചന പറയുന്നു. പിന്നെ മറ്റൊന്നു കൂടി, ഇന്നു മുതൽ ഇവിടെയുള്ളവരെല്ലാം ധനുഷിൻ്റെ സ്വന്തം തന്നെയാണ്. സ്വന്തം അച്ഛനും സ്വന്തം ഏട്ടന്മാരും ഏട്ടത്തിയും എല്ലാം അങ്ങനെ തന്നെ. അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലോ നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ ധനുഷ് സ്നേഹയോട് പറയുകയാണ്, ഒരു സ്ത്രീക്ക് ഇത്രയ്ക്കൊക്കെ നല്ലതാകാൻ പറ്റുമോ? ഏട്ടത്തി തന്നെയാ ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് സ്നേഹയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ മുറിയിലേക്ക് വരുന്ന അവന്തികയാണ്. അവന്തിക നന്ദനോട് പറയുകയാണ്, നിങ്ങളെ പേരിന് മാത്രമാ ഈ വീട്ടിലെ മൂത്ത മകൻ, അല്ലാതെ നിങ്ങളെ കൊണ്ട് ഒന്നും തന്നെ സാധിക്കാനേ പോകുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ അച്ഛനോട് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ തീരുമാനത്തിന് എതിര് നിൽക്കാനും എന്നെ കൊണ്ടാകില്ലെന്ന് നന്ദൻ പറയുമ്പോൾ അത് നിങ്ങളെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാണെന്നും സന്ദീപിനെ കണ്ടു പഠിക്കാനും അവന്തിക പറയുന്നു. ഇപ്പോൾ നിന്റെ വിഷമം എന്താ? ഞാൻ അവനെ ഇവിടുന്ന് അടിച്ചിറക്കാത്തതാണോ? നിനക്കെന്താ സ്വന്തം അഭിപ്രായം അച്ഛനോട് പറഞ്ഞുകൂടായിരുന്നോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അതിന് ഇവിടെ ആരാ എന്നെ വിലവെക്കുന്നത്? മൂത്ത മരുമകൾ എന്ന സ്ഥാനം മാത്രമേ ഉള്ളൂ. അച്ഛന് എപ്പോഴും വേർതിരിവ് തന്നെയാ. അർച്ചന പറയുന്നത് മാത്രമാ അച്ഛന് വേദവാക്യം. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അപ്പോൾ എന്നെ അപമാനിക്കുന്നവരോട് ചോദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയല്ലേ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, ഭാര്യയുടെ മേന്മയെക്കുറിച്ച് നീ കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ നിൽക്കണ്ട. വീണ്ടും വീണ്ടും അവന്തിക ഈ കാര്യം തന്നെ സംസാരിക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, ദേ അവന്തികെ, അച്ഛൻ്റെ മരണം വരെ അച്ഛൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും ഞങ്ങളും മക്കളും, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ മുറിയിൽ നിന്നും പോകുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, അപ്പോൾ ഈ വീട്ടിൽ ആദ്യം ചാകേണ്ടത് അയാൾ തന്നെയാ. ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. വേണ്ടി വന്നാൽ ഞാൻ തന്നെ അയാളെ കൊല്ലുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് അവന്തിക ധനുഷിൻ്റെ മുറിയിലേക്ക് ചെന്നിരിക്കുന്നതാണ്. അങ്ങനെ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് നെല്ലിശ്ശേരിയിലേക്ക് കയറാൻ പറ്റി. ഇപ്പോൾ നീയും ഞാനുമൊക്കെ ഒരേ വീട്ടിൽ തന്നെയാണെന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, പക്ഷേ അതിൽ ഒരു മാറ്റമുണ്ട്. ഈ വീട്ടിലെ മരുമക്കളിൽ 3 പേരിൽ ഒരാൾ മാത്രമാണ് നീ, പക്ഷെ ഞാനോ ഈ വീട്ടിലെ ആദ്യത്തെയും അവസാനത്തെയും മരുമകൻ ഞാൻ തന്നെയാണ്. നീ എന്താ ഞാനായിട്ട് മത്സരിക്കാൻ ഇറങ്ങുകയാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുകയാണ്, ഞാൻ ആരായിട്ടും മത്സരിക്കാനുമില്ല, ഒന്നിനുമില്ല. ഇനിയെങ്കിലും നിന്റെ തെറ്റുകളെല്ലാം നീ തിരിച്ചറിഞ്ഞ് നിന്റെ പകയും പ്രതികാരവും എല്ലാം ഇവിടെ വെച്ച് നിർത്തി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അങ്ങനെയൊന്നും തീരുന്നതല്ല എൻ്റെ പകയും പ്രതികാരവും ഒന്നും. എനിക്ക് വേണ്ടി നീ ഇനി പലതും ചെയ്യാനുണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അങ്ങോട്ടേക്ക് സ്നേഹ ചായയുമായിട്ട് വരികയാണ്. അയ്യോ, ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ഏട്ടത്തിക്ക് ചായ വേണമെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടെന്ന് അവന്തിക പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയപൂർവ്വം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക മുറിയിൽ നിന്നും ഇറങ്ങാൻ നേരം സ്നേഹ പറയുകയാണ്, അത് പിന്നെ ഏട്ടത്തി, ഏട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം.
അല്ലാതെ ഞാനില്ലാത്ത നേരത്ത് ഈ മുറിയിലേക്ക് വരണ്ട, അത് ശരിയല്ല. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. അവന്തികേട്ടത്തിക്ക് നീ നല്ല ക്ലാസ് മറുപടി തന്നെയാണ് കൊടുത്തതെന്ന് ധനുഷ് പറയുമ്പോൾ അത് ധനുഷിനും കൂടി ചേർത്തിട്ടുള്ളതാന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്നേഹ അടുക്കളയിലേക്ക് ചെല്ലുന്നതാണ്. തുടർന്ന് അർച്ചനയും സ്നേഹയും കൂടി പായസം ഉണ്ടാക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.